മക്കളെ വളരെ അധികം ഉപകാരമുള്ള കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഒന്ന് നോക്കിയാലോ. ഇതാ പോരി. നമ്മുടെ ഒന്നാമത്തെ ചോദ്യമാണ് ഹു ആർ യു വിത്ത്. എന്താണ് ഹു ആർ യു വിത്ത്? നമുക്കറിയാം ഹു ആർ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരാണ് ആണല്ലോ. അതിൻ്റെ കൂടെ വിത്ത് വന്നു കഴിഞ്ഞാൽ എന്തായി? കംപ്ലീറ്റ് അർത്ഥം മാറി. ഹു ആർ യു വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ആരുടെ കൂടെയാണെന്നാണ്. നീ ആരുടെ കൂടെയാണ്? ഫോൺ എടുക്കുന്നു, അതാ വിളിക്കുന്നു, ഹലോ ഹു ആർ യു വിത്ത്, ഹു ആർ യു വിത്ത്, നീ ആരുടെ കൂടെയാണ്? അപ്പോൾ അതിൻ്റെ സിമ്പിൾ ആയിട്ടുള്ളൊരു മറുപടി കൊടുക്കാം. ദാ ഐ ആം വിത്ത് മൈ ഫാദർ, ഐ ആം വിത്ത് മൈ ഫാദർ, ഐ ആം വിത്ത് മൈ ഫാദർ. ഇനി ചോദിക്കാൻ ആളില്ല, പ്രാക്ടീസ് ചെയ്യാൻ ആരുമില്ല എന്നാണെങ്കിൽ മക്കളെ സെൽഫ് പ്രാക്ടീസ്, സ്വയം എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. സ്വയം ചോദിക്കുക, സ്വയം പറയുക. ഹൗ ഹു ആർ യു വിത്ത്? ഐ ആം വിത്ത് മൈ ഫാദർ. തന്നെ സിമ്പിൾ അല്ലേ? ഇനി നമ്മുടെ രണ്ടാമത്തെ ചോദ്യമാണ്, നമുക്ക് ഇതാണ് ചോദിക്കേണ്ടത്, അവൾ ആരുടെ കൂടെയാണ്? നീ അല്ല, അവൾ ആരുടെ കൂടെയാണ്? അങ്ങനെയാണെങ്കിൽ ദാ ഇങ്ങനെ ചോദിക്കാം, ഹു ഈസ് ഷീ വിത്ത്? നമുക്കറിയാം ഹു ഈസ് ഷീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ആരാണ് ആണല്ലോ. അതിൻ്റെ കൂടെ വിത്ത് വന്നു കഴിഞ്ഞാൽ അതായത് അവൾ ആരുടെ കൂടെയാണെന്നായി മീനിങ് മാറി. ഹു ഈസ് ഷീ വിത്ത്? അവൾ ആരുടെ കൂടെയാണ്? സിമ്പിളായിട്ട് മറുപടി കൊടുക്കാം. ദാ ഷീ ഈസ് വിത്ത് ഹെർ മദർ, ഷീ ഈസ് വിത്ത് ഹെർ മദർ. അവൾ അവളുടെ അമ്മയുടെ കൂടെയാണെന്നായി. സിമ്പിളാണല്ലോ, വളരെ സിമ്പിളാണ്. ഇനി നമ്മുടെ മൂന്നാമത്താണ് വളരെ രസകരമായ അതുപോലത്തെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ദാ കണ്ടോളി, ഹു ആർ യു ടു മീ? നീ എൻ്റെ ആരാണ്? നിങ്ങൾ എൻ്റെ ആരാണ് അല്ലേ? നിങ്ങൾ എൻ്റെ ആരാണെന്ന് എങ്ങനെ ചോദിക്കുക ഇംഗ്ലീഷിൽ? കൺഫ്യൂഷൻ ആയി അല്ലേ? കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ഇത് അങ്ങനെ തന്നെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. എന്താണ്? ഇതാ ഹു ആർ യു എന്ന് ആദ്യം പറയാം, എന്നിട്ട് ടു മീ. എന്തായി? ഹു ആർ യു ടു മീ? നിങ്ങൾ എൻ്റെ ആരാണ്? ഹു ആർ യു ടു മീ? പറ, ഹു ആർ യു ടു മീ? ഞാൻ നിങ്ങളുടെ അകന്ന ബന്ധുവാണ്, ഞാൻ നിങ്ങളുടെ അകന്ന ബന്ധുവാണ്. എങ്ങനെ പറയാം? ഇതാ കണ്ടോളി, ഐ ആം യുവർ ഡിസ്റ്റൻറ്റ്, എന്താണ്? ഡിസ്റ്റൻറ്റ് റിലേറ്റീവ്. ഐ ആം യുവർ ഡിസ്റ്റൻറ്റ് റിലേറ്റീവ്. കല്യാണത്തിന് പോയി, പരിചയമില്ലാത്ത ആളുകൾ അല്ലേ? കല്യാണത്തിൽ പരിചയമില്ലാത്ത ആളുകളാണല്ലോ കാണല്ലേ? പരിചയമില്ലാത്ത ആളുകൾ കണ്ടു, ചോദിക്കാണ്, എക്സ്ക്യൂസ് മീ, ഹു ആർ യു ടു മീ? ഹു ആർ യു ടു മീ? നിങ്ങൾ എൻ്റെ ആരാണ്? ഐ ആം യുവർ ഡിസ്റ്റൻറ്റ് റിലേറ്റീവ്, ഐ ആം യുവർ ഡിസ്റ്റൻറ്റ് റിലേറ്റീവ്. ഞാൻ നിങ്ങളുടെ അകന്ന ബന്ധുവാണ്, ഞാൻ നിങ്ങളുടെ അകന്ന ബന്ധുവാണ് എന്നായി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. ദാ നമ്മുടെ നാലാമത്തെ ചോദ്യമാണ്. ദാ കണ്ടോളി, ഇനി നമുക്കിതാണ് ചോദിക്കേണ്ടത്, നിങ്ങൾ അവളുടെ ആരാണ് ചോദിക്കണം. നിങ്ങൾ എൻ്റെ ആരാണെന്നല്ല, നിങ്ങൾ അവളുടെ ആരാണ്. ദാ കണ്ടോളി, ഹു ആർ യു എന്ന് ആദ്യം പറയാം, എന്നിട്ട് ടു ഹെർ. ഹു ആർ യു ടു ഹെർ? പറ, ഹു ആർ യു ടു ഹെർ? നിങ്ങൾ അവളുടെ ആരാണ്? നീ അല്ലെങ്കിൽ നിങ്ങൾ അവളുടെ ആരാണ് എന്നായി. അപ്പോൾ ആ പയ്യൻ മറുപടി പറയാണ്, ഐ ആം ഹെർ ബ്രദർ, ഐ ആം ഹെർ ബ്രദർ. ഞാൻ അവളുടെ എന്താണ്? ബ്രദറാണ്. ആണോ? ഓക്കെ, ഐ ആം ഹെർ ബ്രദർ, ഞാൻ അവളുടെ ബ്രദറാണ്. ഇത് സിമ്പിളാണ്, പക്ഷേ ഈ ചോദ്യമാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. വളരെ സിമ്പിളാണ്. ഹു ആർ യു ടു ഹെർ? ഹു ആർ യു ടു ഹിം? അല്ലേ? നിങ്ങൾ അവൻ്റെ ആരാണ്? ഹു ആർ യു ടു മീ? നിങ്ങൾ എൻ്റെ ആരാണ്? ആണല്ലോ. ഇതൊക്കെ സ്വയം ചോദിക്കുക, സ്വയം പറയാം. വീട്ടിലൊക്കെ അല്ലേ, വീട്ടിൽ ആരെങ്കിലും ചോദിക്കാം, വീട്ടിൽ കുട്ടികളോടോ ഹസ്ബൻഡിനോടോ വൈഫിനോടോ ആരെങ്കിലും ചോദിക്കാം. ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വരുന്നു, ചോദിക്കുന്നു, എക്സ്ക്യൂസ് മീ, ഹു ആർ യു ടു മീ? ഹു ആർ യു ടു മീ? ഇനി അഞ്ചാമതാണ്, ഇതാ കണ്ടോളി, ഇതാണ് അവൾ നിങ്ങളുടെ ആരാ? അവൾ നിങ്ങളുടെ ആരാണ് ചോദിക്കണം. അവൾ നിങ്ങളുടെ ആരാണ് അങ്ങനെ ചോദിക്കുക. ഇതാ കണ്ടോളി, ഹു ഈസ് ഷീ ടു യു എന്നാണ്. ഹു ഈസ് ഷീ ടു യു? ഹു ഈസ് ഷീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ആരാണ് ആണല്ലോ, അവൾ ആരാണ്. അതിനുശേഷം ടു യു, അവൾ നിങ്ങളുടെ ആരാണ്, അവൾ നിങ്ങളുടെ ആരാണ്. അതുപോലെ ഹു ഈസ് ഹി ടു യു? അവൻ നിങ്ങളുടെ ആരാണ്. ഓക്കെ, ഇനി ഇങ്ങനെയാണെങ്കിലോ, ഞാൻ നിങ്ങളുടെ ആരാണ് അല്ലേ? നിങ്ങളുടെ മനസ്സിൽ വന്നില്ലത് അല്ല, ഞാൻ നിങ്ങളുടെ ആരാണ് ചോദിക്കാൻ, ഹു ആം ഐ? ഹു ഈസ് അല്ല, ആറും അല്ല, ഹു ആം ഐ? ഹു ആം ഐ ടു യു? ഹു ആം ഐ ടു യു? ഞാൻ നിങ്ങളുടെ ആരാണ്? ഹു ആം ഐ ടു യു? ഹു ആം ഐ ടു യു എന്നായി. ഓക്കെ, എന്തായി? ഷീ ഈസ് മൈ സിസ്റ്റർ ചോദിച്ചല്ലോ, അവൾ നിങ്ങളുടെ ആരാണ്? ഹു ഈസ് ഷീ ടു യു? ഷീ ഈസ് മൈ സിസ്റ്റർ. അവൾ എൻ്റെ സിസ്റ്ററാണ്, സഹോദരിയാണെന്നായി. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊന്നും പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ മടിക്കരുത് അല്ലേ?
ഒരേ കാര്യങ്ങൾ വീണ്ടും വീണ്ടും എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക ആണല്ലോ. നമ്മൾ ഒരേ കാര്യം വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റ് ആവും. ക്ലിയർ? ഇനി അടുത്താണ് തകണ്ടോളി. നമ്മുടെ ആറാമത്താണ് ഹു ആർ യു ടോക്കിംഗ് ടു ഓൺ ദ ഫോൺ. എന്താണ് ഹു ആർ യു ടോക്കിംഗ് ടു? ഇവിടെ ഉണ്ടോ ഹു ആർ യു ടോക്കിംഗ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരോടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് അല്ലേ. ഓൺ ദ ഫോൺ ആണല്ലോ, ഫോണിൽ നിന്നായി. അപ്പോൾ ഒരു സംശയം, ഇവിടെ ഈ ടു ഓൺ ഒരുമിച്ചുള്ള ആ ഒരു അത് കണ്ട് മനസ്സിലാവുന്നില്ല. ഈ ടു ഓൺ ഒരുമിച്ച് ഒരു സുഖമല്ല മക്കളെ. ഇവിടെ ഉണ്ടോ, ഇവിടെ ടു ഓൺ, ഇത് രണ്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇവിടെ ഉണ്ടോ ഓൺ ദ ഫോൺ. ഇവിടെ ഓൺ ദ ഫോൺ എന്ന് പറയുന്നത് അതൊരു വേറെ ഫ്രേസാണ്, വാക്യമാണ്. ഓൺ ദ ഫോൺ, ഫോണിൽ, അതാണ്. ഇവിടെ ഈ ടു വന്നിരിക്കുന്നത് ഫോണിന് വേണ്ടിയല്ല. ഇവിടെ ടോക്ക് എന്ന് പറയുന്ന വെർബിന്റെ കൂടെ ടു വരാറുണ്ട്, വരണം എന്നാണ്. ടോക്ക് ടു, അങ്ങനെയാണ് ടോക്ക് ടു. ടോക്ക് ഒറ്റയ്ക്കല്ല, ടോക്ക് ടു ആണ്. ടോക്ക് വിത്ത് അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ടു ഓണുമായി യാതൊരു ബന്ധവുമില്ല. ഓൺ ദ ഫോൺ വേറെയാണ്. ടു ആടെയാണ്. ടു ഈ ടോക്കിന്റെ കുടുംബക്കാരനാണ്. ടു ടോക്കിന്റെ കുടുംബക്കാരനായതുകൊണ്ട് ടോക്കിന്റെ കൂടെ ഒന്നാണ്. അപ്പോൾ അത് മൈൻഡ് ചെയ്യേണ്ട. അപ്പോൾ പറയാം ഹു ആർ യു ടോക്കിംഗ് ടു ഓൺ ദ ഫോൺ. നീ ഫോണിൽ ആരോടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നായി. നീ ഫോണിൽ ആരോടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇതിനർത്ഥം. കണ്ടോളി, മീനിങ് ഉണ്ടോ? ഫോണിൽ ആരോടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ വളരെ മനോഹരമായിട്ട് കൊടുക്കാം. കണ്ടോളി, ഹു ആർ യു ടോക്കിംഗ് ടു ഓൺ ദ ഫോൺ. ആദ്യം പതുക്കെ പറഞ്ഞെന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക അല്ലേ. ഹു ആർ യു ടോക്കിംഗ് ടു ഓൺ ദ ഫോൺ. Who are you talking to on the phone? I am talking to my brother. I am talking to my brother. I am talking to my brother. Who are you talking to on the phone? I am talking to my brother. ഇനി അടുത്താണ് നമ്മുടെ ഏഴാമത്തെ ചോദ്യമാണ്. തകണ്ടോളി, Who is she talking to? അവൾ ആരോടാണ് സംസാരിക്കുന്നത് എന്നാണ്. Who is she talking to? Who is she talking to? Who is she talking to? വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് on the phone. ഫോണിൽ അവൾ ആരോടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. Who is she talking to on the phone? Who is she talking to on the phone? മറുപടി കൊടുക്കാം. She is talking to her mother. She is talking to her mother. അവൾ അവളുടെ അമ്മയോടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. On the phone വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. She is talking to her mother on the phone. She is talking to her mother on the phone. ഓക്കെ ആണല്ലോ. ഇനി അടുത്താണ് നമ്മുടെ എട്ടാമത്തെ അതിമനോഹരമായ ചോദ്യമാണ്. ഹൂസ് ബൈക്ക് ഈസ് ദീസ്? ഇവിടെ ഒരു ബൈക്ക് ഉണ്ട്, നമുക്കറിയില്ല അത് ആരുടേതാണ്. അത് ചോദിക്കാണ്, ഹൂസ് ബൈക്ക് ഈസ് ദീസ്? ഈ ബൈക്ക് ആരുടേതാണ്? ഈ ബൈക്ക് ആരുടേതാണ്? ഹൂസ് ബൈക്ക് ഈസ് ദീസ്? ഇനി ഇവിടെ ബൈക്കിന് പകരം നമുക്ക് വേറെ എന്തും പറയാം. പേനയാണ് വിചാരിക്കാം. ഹലോ, ഹൂസ് പെൻ is this? Whose bag is this? Whose chair is this? Whose book is this? അപ്പോൾ ആദ്യം ഹുസ് പറയാം, അതിനുശേഷം എന്താണ് ആ സാധനം പറയാം, അതിനുശേഷമാണ് ഈസ് ദിസ് പറയാനുള്ളത്. ഹൂസ് ചെയർ ഈസ് ദിസ്, ഹൂസ് ബാഗ് ഈസ് ദിസ്, ഹൂസ് പെൻ ഈസ് ദിസ്, ഹൂസ് ടി വി ഈസ് ദിസ്, ഹൂസ് വാച്ച് ഈസ് ദിസ്, അങ്ങനെ പറയാം. അതാണ് ദിസ് ബൈക്ക് ഈസ് മൈൻ. മൈൻ എന്ന് പറഞ്ഞു MINE, മൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റേത് എന്നർത്ഥം. എൻ്റേത്, എൻ്റെ എന്നല്ല, മൈ, MY, എൻ്റെ, MINE, എൻ്റേത് എന്നായി. അപ്പം എന്തായി, ദിസ് ബൈക്ക് ഈസ് മൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൈക്ക് എൻ്റേതാണ്. ഈ ബൈക്ക് എൻ്റേതാണ്. ഇതൊക്കെയാണല്ലോ. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങളാണ് 9th and 10th. വളരെ പ്രധാനപ്പെട്ടാണ്, എപ്പോഴും ചോദിക്കാം. എവിടെ പോവാണെങ്കിലും, സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ മാർക്കറ്റിലോ അല്ലെങ്കിൽ കടയിലോ എവിടെ പോവാണെങ്കിലും ടെക്സ്റ്റൈൽസിലോ ചോദിക്കാവുന്നതാണ്. കണ്ണോളി, ഇത് പഠിച്ചു വെക്കണം. ഹൗ മച്ച് ഈസ് ദീസ്? ഇതിന് എത്രയാണ്? ഇതിന് എത്രയാണ്? ഹൗ മച്ച് ഈസ് ദീസ്? ഇപ്പം നിങ്ങളൊരു സാധനം എടുത്തു, ഈ സാധനത്തിന് പേരറിയില്ല, എന്തോ ആണ്, പക്ഷെ നിങ്ങൾക്ക് ഇതിൻ്റെ വില ചോദിക്കണം. അങ്ങനെ ആകുമ്പോൾ ഹൗ മച്ച് ഈസ് എന്ന് പറയാം. ഹൗ മച്ച് ഈസ് എന്നിട്ട് പറഞ്ഞാൽ മതി ദീസ്. ഹൗ മച്ച് ഈസ് ദീസ്? ഹൗ മച്ച് ഈസ് ദീസ്? ഇത് എത്രയാണ്? ഇനി അവിടെയാണ് വിചാരിക്കുക, എക്സ്ക്യൂസ് മീ, ഹൗ മച്ച് ഈസ് ദാറ്റ്? ആണോ, ഇവിടെ നമുക്ക് പേര് പറയേണ്ട ആവശ്യമില്ല, അറിയില്ലെങ്കിൽ കുഴപ്പമില്ല, പറഞ്ഞാൽ മതി, ആക്ഷൻ മതി. ഹൗ മച്ച് ഈസ് ദിസ്? ഇത് എത്രയാണ്? എക്സ്ക്യൂസ് മീ, ഹൗ മച്ച് ഈസ് ദാറ്റ്?
ഹൗ മച്ച് ഈസ് ദാറ്റ്? അതിന് എത്രയാണ്? അതിന് എത്രയാണ്? ഹൗ മച്ച് ഈസ് ദാറ്റ്? എന്തായി? അപ്പോൾ ആൻസർ പറയുമ്പോൾ വളരെ സിമ്പിളാണ്. പറയുന്നത് ഇറ്റ്സ് 100 rupees എന്നാണ്. ഇറ്റ്സ് 100 rupees. ഇത് 100 രൂപയാണെന്ന്. ഇറ്റ്സ് 100 rupees. ഇനി എനിക്ക് ചോദിക്കണം, നിങ്ങളുടെ ഷർട്ടിന് എത്രയാണ് ചോദിക്കണം. നിങ്ങളുടെ ഷർട്ടിന് എത്രയാണ് അങ്ങനെ ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുമ്പോൾ ഹൗ മച്ച് ഈസ് എന്നാണ് പറയാം. ഹൗ മച്ച് ഈസ് പറഞ്ഞിട്ട് ഈ ദിസിന് പകരം എന്താ യുവർ ഷർട്ട് പറഞ്ഞ പോലെ. ഹൗ മച്ച് ഈസ് യുവർ ഷർട്ട്? ഹൗ മച്ച് ഈസ് യുവർ ഷർട്ട്? നിങ്ങളുടെ ഷർട്ട് എത്രയാണ്? ഹൗ മച്ച് ഈസ് യുവർ വാച്ച്? നിങ്ങളുടെ വാച്ച് എത്രയാണ്? ഹൗ മച്ച് ഈസ് യുവർ ടീ ഷർട്ട്? നിങ്ങളുടെ ടീ ഷർട്ടിന് എത്രയാണ്? നിങ്ങളുടെ കാറിന് എത്രയാണ് ചോദിക്കുന്നത്. ഹൗ മച്ച് ഈസ് യുവർ കാർ? ഹൗ മച്ച് ഈസ് യുവർ കാർ? വളരെ സിമ്പിളാണ്. സിമ്പിൾ അല്ലേ? ഇനി നിങ്ങൾ ചോദിക്കണം അല്ലേ? ഇതൊക്കെ നമുക്ക് എവിടെ ചോദിക്കാം അല്ലേ? ചോദിക്കാൻ കഴിയും. ആൻസർ പറയുമ്പോൾ സിമ്പിളാണ്. ആദ്യം ഇറ്റ്സ് പറയാം. ഇറ്റ്സ് 100 rupees. ഇറ്റ്സ് 500 rupees. ഇറ്റ്സ് 1000 rupees. ഇനി നമ്മുടെ അവസാനത്തെ ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്. ഇതും വളരെ പ്രധാനപ്പെട്ടാണ്. നമുക്ക് ദൂരം ചോദിക്കണം. ദൂരം അല്ലേ? ഇപ്പം നമ്മളൊരു ഓട്ടോറിക്ഷ ഡ്രൈവറിനെ കാണുന്നു. ആ ഡ്രൈവറും ചോദിക്കുകയാണ്, എക്സ്ക്യൂസ് മീ, അല്ല ഇവിടുന്ന് ഹോസ്പിറ്റൽ എത്ര ദൂരമുണ്ട്? ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് എത്ര ദൂരമുണ്ട് ചോദിക്കണം. ചോദിക്കാം. ആദ്യം പറയാം ഹൗ ഫാർ ഈസ് ദ. ഹൗ ഫാർ ഈസ് ദ. ഈ 4 വേർഡുകൾ അടങ്ങുന്ന ഈ ഒരു വാക്യം പഠിച്ചു. ഹൗ ഫാർ ഈസ് ദ, ഹൗ ഫാർ ഈസ് ദ, ഹൗ ഫാർ ഈസ് ദ. ഓക്കെ, ഹൗ ഫാർ ഈസ് ദ. എക്സ്ക്യൂസ് മീ, ഹൗ ഫാർ ഈസ് ദ ഹോസ്പിറ്റൽ ഫ്രം ഹിയർ? ഫ്രം ഹിയർ, ഇവിടെ നിന്ന് അല്ലേ? ഹൗ ഫാർ ഈസ് ദ ഹോസ്പിറ്റൽ ഫ്രം ഹിയർ? ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് എത്ര ദൂരമുണ്ട്? ഹൗ ഫാർ ഈസ് ദ ഹോട്ടൽ ഫ്രം ഹിയർ? ഹൗ ഫാർ ഈസ് ദ റെയിൽവേ സ്റ്റേഷൻ ഫ്രം ഹിയർ? ഹൗ ഫാർ ഈസ് ദി എയർപോർട്ട് ഫ്രം ഹിയർ? ഹൗ ഫാർ ഈസ് ദ സൂപ്പർ മാർക്കറ്റ് ഫ്രം ഹിയർ? അങ്ങനെ നമുക്ക് 100 കണക്കിന് ചോദ്യങ്ങൾ ഒരൊറ്റ ഒരു പ്രയോഗം കൊണ്ട് ഉണ്ടാക്കാം. ഉണ്ടാക്കിക്കൂടെ? സിമ്പിൾ അല്ലേ? സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ആൻസർ പറയുമ്പോൾ ഇങ്ങനെ കൊടുത്താൽ മതി. ഇറ്റ്സ് 2 kilometers ഫ്രം ഹിയർ. എന്താണ്? ഇറ്റ്സ് 2 kilometers ഫ്രം ഹിയർ. ഇറ്റ്സ് 3 kilometers ഫ്രം ഹിയർ. ഇറ്റ്സ് 5 kilometers ഫ്രം ഹിയർ എന്ന് പറയാം. വളരെ സിമ്പിളായിട്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് മക്കളെ. നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ബൂസ്റ്റർ എന്ന് പറയുന്ന ആ ബുക്ക് ഓപ്പൺ ചെയ്യുക. അതിൽ പേജ് നമ്പർ 43 മുതൽ അങ്ങോട്ട് എന്താണെന്ന് പറയുക ഇതുപോലെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ ആ പേജൊക്കെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. നിങ്ങളെ കൊണ്ട് കഴിയുമ്പോൾ ആ പേജിൽ ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അതിൽ ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആ ചോദ്യങ്ങൾ വായിക്കുക. അതിൻ്റെ ആൻസർ പറയാൻ കഴിയുന്നത് നോക്കുക. ഏതെല്ലാം പറയുന്നുണ്ടോ അതൊക്കെ ശ്രമിക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പ്രാക്ടീസ് നിങ്ങൾ മറക്കരുത്. താങ്ക് യു എവരിവൺ.